വ്യാജ ഇറ്റാലിയൻ വിസ തട്ടിപ്പിൽ മലയാളിയെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. കബളിക്കപ്പെട്ട മലയാളിയെ ഇറ്റലി മടക്കി അയച്ചതിനെ തുടർന്നായിരുന്നു അന്വേഷണം. കേരളത്തിൽ നിന്നാണ് പ്രതിയെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. പി ബസന്ത് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, ഇപ്പോൾ ഈ പ്രതിയെക്കുറിച്ചും ഈ തട്ടിപ്പ് എങ്ങനെയാണ് നടത്തിയതിനെ കുറിച്ചൊക്കെ പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ്? ജനുവരി 25-നാണ് മലയാളിയായ ഡിജോ ഡേവിസ് ഡൽഹി വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നത്. വ്യാജ സ്ഥിരതാമസ വിസയുമായി ഇറ്റലിയിലേക്ക് പോയതിനെ തുടർന്ന് അവിടെ വെച്ച് ഇറ്റാലിയൻ എമിഗ്രേഷൻ അധികൃതരാണ് ഇത് വ്യാജ വിസയാണെന്ന് കണ്ടെത്തി മടക്കി അയച്ചത്. മടക്കി അയച്ച ആൾ ഡൽഹിയിൽ വന്ന് ഇറങ്ങിയതിനെ തുടർന്നിട്ടാണ് ഡൽഹി പോലീസ് ഇക്കാര്യത്തിൽ ഒരു കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് PR രൂപേഷ് എന്ന് പറയുന്ന മറ്റൊരു മലയാളിയാണ് ഡിജോയെ കബളിപ്പിച്ചത് എന്നാണ് കണ്ടെത്തിയത്. സ്ഥിരതാമസ വിസ എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യാജ വിസ ഡേവിസിന് നൽകിയത്. 8 ലക്ഷം രൂപ ഡിജോ ഡേവിസ് രൂപേഷിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. രൂപേഷ് കേരളത്തിൽ ഒരു ട്രാവൽ ഏജൻസി അല്ലെങ്കിൽ കൺസൾട്ടൻസി സർവീസ് നടത്തുകയാണ് വിസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഡൽഹി പോലീസ്. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള നിരവധി വ്യാജ വിസകൾ നൽകുന്ന സംഘങ്ങളുമായി PR രൂപേഷിന് ബന്ധമുണ്ട് എന്നാണ് ഡൽഹി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുന്നു. ഡിജോ ഡേവിസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യ കേസെടുത്തത്. ശരി ബസന്ത്.